ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവം 7 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും ഈ കാണുന്നത് സകലതും സൃഷ്ടിച്ചു. 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിട്ടിരുന്നു. അതിനുശേഷം ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയ കാര്യം നമ്മൾ വായിച്ചു. ഏദൻ തോട്ടത്തിൽ മനുഷ്യരെ ആക്കി. അതിനുശേഷം ദൈവം വിവാഹം ഓർഡൈൻ ചെയ്തു. വിവാഹം ദൈവം അനുഗ്രഹിച്ചു. ആദാമിനെയും ഹവ്വേനെയും ഭാര്യ ഭർത്താക്കന്മാരായി ദൈവം പ്രഖ്യാപിച്ചു. അവരെ ഏദൻ തോട്ടത്തിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ട്രാജഡി നടക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായി. അത് സ്ത്രീയോടെ, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവരും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു. തീര കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാളെ ഉണ്ടാക്കി. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് പാപം ഈ ലോകത്തിലേക്ക് വന്നതിനെ പറ്റിയാണ്. പാപം, മരണം, ദുഃഖം, ട്രാജഡി, എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിലേക്ക് വന്ന ഒരു സംഭവമാണ്, ചരിത്ര സംഭവമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. ഈ ഒരു സംഭവത്തോടു കൂടി ഈ ലോകത്തിന്റെ ഗതി തന്നെ മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പൊ നമ്മൾ എന്നാൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ സാത്താനെ പറ്റി, തിന്മയെ പറ്റി ആദ്യമായിട്ട് ബൈബിളിൽ ഒരു എൻട്രി വന്നത് ഇവിടെയാണ്. അപ്പൊ എന്താണ്? പാമ്പ് എല്ലാത്തിനേക്കാളും കൗശലമേറിയതായിരുന്നു. ഈ പാമ്പിനെ പറ്റി യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാ സർപ്പമായ പഴയ പാമ്പിനെ അഗാധകൂപത്തിൽ ഇട്ട് കളഞ്ഞു എന്ന്. അതായത് ഈ പഴയ പാമ്പ് എന്ന് പറയുന്നത് സാത്താനാണ്. സാത്താൻ പാമ്പിന്റെ ഉള്ളിൽ കയറിയാണ്, അതിനെ പൊസസ് ചെയ്താണ് ഈ കാര്യങ്ങൾ നടത്തിയത്. നമ്മളിപ്പോ യൂദയുടെ കേസ് പറയുന്നുണ്ട്, അവൻ അവിടെ നിന്ന് വിട്ടുപോയ ഉടനെ തന്നെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. അതേപോലെ പന്നിയുടെ അതിൻ്റെ ഉള്ളിൽ ലിഗ്യോൻ കയറിയതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഈ പാമ്പിന്റെ ഉള്ളിൽ സാത്താൻ പൊസസ് ചെയ്തതാണ്. അപ്പൊ ഈ കാട്ടുജന്തുക്കളിൽ എല്ലാത്തിലും പാമ്പ് കൗശലമേറിയതായിരുന്നു. കാരണം ആ സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ്. സാത്താനെ പറ്റി പറയുമ്പോൾ സാത്താൻ ആരായിരുന്നു നമുക്കറിയാം. ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവം ഉണ്ടാക്കിയ ഒരു ഏഞ്ചലാണ് സാത്താൻ. ആ സാത്താനുള്ള വീഴ്ചയെ പറ്റി നമുക്കറിയാം. നമുക്കൊരു വാക്യം വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേല് 28-ന്റെ 12 മുതൽ 19 വരെയുള്ളത്. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർക്കുന്ന നാളിൽ നിന്നിലുള്ള കടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചെറുകുടത്തിൽ മറയ്ക്കുന്ന തെരുവാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നി മൈരതങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ തെറ്റു നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി
ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമേഘങ്ങളുടെ മധ്യേ നിന്നും മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ രീതികൾ കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. മതി. ഇപ്പൊ ദൈവം സാത്താനെ ഉണ്ടാക്കി, ദൈവം ഇപ്പൊ ലൂസിഫറിനെ ഉണ്ടാക്കിയത് എപ്പോഴായിരുന്നു? എപ്പോഴാ? അല്ല, ദൈവം ഈ ഏഞ്ചലിനെ ഉണ്ടാക്കിയത് എപ്പോഴായിരുന്നു? സകല സൃഷ്ടിയെയും ഈ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. ഈ 6 ദിവസത്തിൽ തന്നെയാണ് ഈ ഏഞ്ചൽസിനെ ഒക്കെ ഉണ്ടാക്കിയത്. ഇവിടെ നമ്മൾ വായിച്ച ഈ ഏഞ്ചലും, അതായത് വീണുപോയ സാത്താനും എവിടെയായിരുന്നു? ഏദൻ തോട്ടത്തിലായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന എന്താണ്, വജ്ര, പുഷ്പരാഗം, ഗോമേത, സൂര്യകാന്ത്, ഇതിനെ എല്ലാത്തിനെയും കൊണ്ട് ഇതിനെ അലങ്കരിച്ചിരിക്കുന്ന ഒരു ഏഞ്ചലായിരുന്നു. ദൈവത്തിന്റെ ഏറ്റവും സൗന്ദര്യമായ പൂർണ്ണമായ ഒരു ഏഞ്ചലായിരുന്നു. പക്ഷെ ആൾക്കെന്ത് പറ്റി? ആൾക്കാർ ഗർവം വന്നു. ആള് സ്വയം നോക്കിയപ്പോ എന്താണ്? സ്വയം ഗർവിച്ചു. നിന്റെ സൗന്ദര്യ നിമിത്തം എന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭവ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ തള്ളിയിട്ടുണ്ട്. സാത്താന്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പാപം ഗർവമായിരുന്നു, പ്രൈഡായിരുന്നു. അവനിലേക്ക് തന്നെ നോക്കിയപ്പോൾ അവൻ വളരെ സൗന്ദര്യമുള്ളവനായിട്ട് അവന് തോന്നി. സ്വയമായിട്ടുള്ള സ്നേഹം വന്നു. ആ സ്വയമായിട്ടുള്ള സ്നേഹം വന്നപ്പോഴത്തേക്കും അവന് ദൈവത്തെക്കാൾ മേളിൽ കയറണമെന്ന് തോന്നി, ഗർവം തോന്നി. അപ്പൊ ദൈവത്തെക്കാൾ അങ്ങനെ ആ ചിന്ത അവനിൽ വന്നപ്പോൾ അവനെ അവന്റെ കൂട്ടാളികളെയും ആ ദൈവം അവിടെ നിന്ന് തള്ളിയിട്ട് കളയാൻ, ഏദൻ തോട്ടത്തിൽ നിന്ന് തള്ളിയിട്ട് കളയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ ഇതിന്റെ ഒരു ഈ സ്വയസ്നേഹത്തിന്റെ, നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയം വരും, മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരും ദൂഷിക്കുന്നവരും ഒക്കെ ആയിത്തീരും. അപ്പൊ ഈ സ്വയസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് മറ്റുള്ളവനെ നശിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. മറ്റുള്ളവനെ നശിപ്പിക്കുക, മറ്റുള്ളവനോട് എന്താണ് അസൂയ ഉണ്ടാകുക, മറ്റുള്ളവനെ ദൈവത്തിന്റെ എല്ലാ നല്ലതിനെ മുടിപ്പിക്കുക എന്ന് പറയുന്നത്. സാത്താൻ എന്ന് പറയുന്നത്, യേശു കർത്താവ് പറഞ്ഞു, കള്ളം വരുന്നത് അറക്കാനും മുടിപ്പാനും ആയിട്ടുമാണ് കടന്നു വരുന്നതെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു ഉള്ളില് നിറച്ച് ഇതുള്ള എന്താണ് ദുഷ്ടതയുള്ള ഒരു ഏഞ്ചലായി തീർന്നു. ആരാണ്? ഈ സാത്താൻ എന്ന് പറയുന്ന കാര്യം. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർവമാണ്, അല്ലെങ്കിൽ സ്വയമായിട്ടുള്ള ആ പ്രൈഡാണ്. തൻ്റെ സൗന്ദര്യ നിമിത്തം തൻ്റെ ഹൃദയം ഗർവിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. ഏറ്റവും വലിയ ആ പാപം ആ സാത്താനിൽ വന്ന ആ പാപമാണ്. അപ്പൊ സാത്താൻ അവിടെ നിന്ന് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. വീണുപോയ ആ ഏഞ്ചൽ നോക്കിയപ്പോൾ ദൈവത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ഹൃദയം അവന്റെ ഉള്ളിലുണ്ടായി. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവൻ നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെയാണ്. മനുഷ്യൻ എന്താണ്? ദൈവം ഉണ്ടാക്കിയ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. മറ്റുള്ള ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ആ ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും എല്ലാത്തിനും മീതെ അവനെ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവനെ അവിടെ നിന്ന് തെറ്റിച്ച് കളയുക എന്നുള്ള ഉദ്ദേശം, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സാത്താൻ എന്താണ് ഈ പഴയ പാമ്പിൽ കയറി പൊസസ് ചെയ്ത് ഈ ആളുകളുടെ അടുക്കിലേക്ക് വരുന്നത്. അവരുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്നല്ല പറയുന്നത്. അപ്പൊ നമുക്ക് സ്ത്രീയുടെ അടുക്കിലേക്കാണ് ചെല്ലുന്നത്. സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് സാത്താൻ അവനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സാത്താന്റെ ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? അവരിൽ ഒരു സംശയം ജനിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തില് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് ഇത് വാസ്തവമായിട്ടും ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അവൻ ചോദിക്കുന്നത്. നമുക്കറിയാം ഇത് ഇന്നത്തെ ലോകത്തിലും സാത്താൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഈ കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് എൻ്റെ വണ്ടിയിൽ ഒരു ആള് കയറിയത് ഏറ്റുമാനൂരിൽ നിന്ന് എറണാകുളം പോരാനായിട്ട് കയറിയതാ. പുള്ളി UK-യിലുള്ള ഒരു പുള്ളിയാ. പുള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-40 വയസ്സ് 30 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ കയ്യിലൊക്കെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കമ്മലിട്ടിട്ടുണ്ട്, ക്യൂട്ടക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആണാണ്. അപ്പൊ പരിചയപ്പെട്ടു. അപ്പൊ പുള്ളി UK-യിലാണ്, അവിടെ ടീച്ചറാണ്. അപ്പൊ സംസാരിച്ചു വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു അബ്സല്യൂട്ട് വാല്യൂ ഇല്ല. ഇപ്പൊ പുള്ളി പറയാണ് ആണാണോ പെണ്ണാണോ, ആണും പെണ്ണും ഒന്നും ഇവിടെ നമുക്ക് വചനത്തിൽ അറിയാം. ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നുമില്ല. പിന്നെന്താണ്, ദൈവം മനുഷ്യനെ എന്താണ് വിവാഹം അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അതാണ് വിവാഹം. പുള്ളി പറയുന്ന അങ്ങനെ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ദൈവം എന്ന് പറയുന്ന ആ കാര്യത്തെ മാറ്റി. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാര്യത്തിനും ട്രൂത്ത്, സത്യം എന്ന് പറയുന്ന കാര്യമില്ല. ഓരോരുത്തർക്ക് തോന്നുന്നതാണ് സത്യം. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ആരോടൊപ്പം കഴിയാം, ആരോടൊപ്പം നടക്കാം, നമ്മള് ഫ്രീ ആണ് ലൈഫ്, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റീവ് ആണ്. ഓരോരുത്തർക്ക് എന്താണോ തോന്നുന്നത് അതാണ് സത്യം. അപ്പോ അങ്ങനെയാണ് ഈ ലോകം ഇപ്പോ ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സത്യങ്ങളും ഇപ്പൊ അത് ദൈവം ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് മാറുന്നത്. ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ ആണ് വിവാഹം കഴിക്കുന്നത് തെറ്റാണ്. കാരണം ദൈവം കൃത്യമായി കൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു വചനമാണ്, ദൈവം സ്ത്രീയെയും പുരുഷനുമാണ് വിവാഹം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ദൈവത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വേണേലും ചെയ്യാം. അതിന് തെറ്റാണെന്ന് പറയാനായിട്ട് അതോറിറ്റി ഇല്ല. അപ്പോ ഈ സാത്താൻ ആദ്യം തന്നെ ചെയ്യുന്ന ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു പരമാധികാരിയായ ഒരു ദൈവം ഇവിടെ ഉണ്ടോ? അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വാസ്തവമായിട്ട് എന്തെങ്കിലും അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് സത്യമാണോ? ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലേ എന്നൊക്കെയാണ് സാത്താൻ ചോദിക്കുന്ന ഒരു കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിലും അത് തന്നെയാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് സത്യമാണോ? ഞങ്ങള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ലേ? ദൈവം ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഈ ലോകം ചിന്തിക്കുന്നത്. ഹവ്വയോടും ചെന്ന് ചോദിക്കുന്നത് അതാണ്. ദൈവം എന്ന് പറയുന്ന ആ കാര്യം നിങ്ങളോട് എന്തെങ്കിലും വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീ പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിനോടാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്. ആദമിനോട് എന്താ കൽപ്പിച്ചത്? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ളത്. എന്നാൽ ഇവിടെ സാത്താൻ വന്ന് ഹവ്വയോട് പറഞ്ഞു, ദൈവം കൽപ്പിച്ചത് ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു എന്താണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അതില് തൊടുകയും അരുത് എന്ന് പറയുന്നത് ഹവ്വ കൂട്ടിച്ചേർത്ത, അങ്ങനെ ഒരു കൽപ്പനയില്ല. ദൈവം തിന്നരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ തൊടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ ഹവ്വ അങ്ങനെ ദൈവം ആദം എന്താണോ പറഞ്ഞത് അതിനോട് ഇച്ചിരി ചേർത്ത് അതിനായിട്ട് പോകരുത് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. കൂട്ടിച്ചേർക്കുന്ന അന്നും ഉണ്ട്. ദൈവം കൽപ്പിച്ചതിനേക്കാളും കൂടുതലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ എപ്പോഴും എന്താണ്, അബ്സല്യൂട്ട് ആണ്. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കൽപ്പിക്കരുതെന്ന്. അപ്പൊ ആദ്യം പറയുന്ന നമ്മൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സാത്താൻ എന്ന് പറയുന്നത് ബോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഇവിടെയാണ് സാത്താന്റെ ആദ്യത്തെ ബോഷ്ക് പറയുന്നത്. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ എന്ന് പറയുന്നത്
കള്ളനാണ്, അതോടൊപ്പം തന്നെ നുണ പറയുന്ന ആളാണ്. നുണ പറയുന്നതിന്റെ ബോഷ്ക്ക് പറയുന്നതിന്റെ അപ്പനുമാണ്. ആദ്യത്തെ കള്ളം എന്ന് പറയുന്നത് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്നുള്ളതാണ്. നമുക്കറിയാം മരണം എന്ന് പറയുന്നത് അന്ന് വരെ ആരും അനുഭവിച്ചിട്ടില്ല. ദൈവം മരിക്കും എന്ന് പറഞ്ഞു, അവരത് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം പറഞ്ഞിട്ടുണ്ട് അത് തിന്നരുതെന്ന്. ഇവർക്ക് നമ്മൾ ഏദൻ തോട്ടത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സകല സൗകര്യങ്ങളും സകലതും അവർക്ക് വേണ്ടുന്ന എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, യാതൊരുവിധ കുറവുമില്ല. ആയിട്ടാണ് ദൈവം പറഞ്ഞത് അതിന് ആ വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത് എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയാണ്, സാത്താൻ പറയാണ് നിങ്ങൾ മരിക്കയില്ല എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ വാക്കുകൾക്ക് നേരെ കോൺട്രഡിക്ടറി ആണ്. ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞതിന് നേരെ കോൺട്രഡിക്ടറി ആണ് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞത്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെ അറിയുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അത് ദൈവം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അത് തിന്നുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്. അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മയും തിന്മയും അറിയും. പക്ഷെ ഇപ്പോഴെന്താണ്, ഇവർക്ക് നന്മ മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് തിന്മ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. ഏദൻ തോട്ടത്തിലും ഇല്ല, ഒന്നുമില്ല. അവിടെ തിന്മ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അവർക്ക് തിന്മ ഒന്നും അറിയത്തുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ആ പഴം പറിച്ച് തിന്ന നാൾ മുതൽ മനുഷ്യർക്ക് എങ്ങനെയാണ് തിന്മയും നന്മയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. നമുക്കിപ്പോ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തിരിച്ചറിയാം ഇത് ചീത്തയാണോ നല്ലതാണോ. നമ്മൾ ആദ്യം തന്നെ അത് ജഡ്ജ് ചെയ്യും. ആ ഒരു കഴിവ് മനുഷ്യർക്ക് ശരിക്കും നമ്മള് അന്ന് കിട്ടിയതാണ്. ആ സാധനം കിട്ടിയതാണ്. അപ്പൊ അത് സാത്താൻ പറഞ്ഞ നുണയായിരുന്നു. നമ്മൾ ഈ പരസ്യമൊക്കെ കാണുന്ന പോലെ നമ്മള് മുടക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. പരസ്യം കാണുമ്പോ എന്താണ്, പരസ്യം കാണുമ്പോ എല്ലാം ശരിയാണ്, പക്ഷെ അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന വില എന്താണെന്ന് അതിനകത്ത് പറയത്തില്ല. നമ്മൾ അതിനെ മോഹിപ്പിക്കുന്ന വാഗ്ദാനം കണ്ട് അതിലേക്ക് കയറാൻ നേരത്താണ് നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരസ്യമാണ് സാത്താൻ ഇവിടെ ചെയ്തത്. തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നന്മ തിന്മകളെ അറിയുന്നവരായി തീരുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് സാത്താൻ പറഞ്ഞത് കറക്റ്റാണ്. അവർ തിന്ന അപ്പൊ തന്നെ അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 20 നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. അതും എന്താണ്, അതും ഒരു പാപത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഗിൽറ്റ്, ഷെയിം, ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? പാപത്തിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം ആ ഒരു സംഭവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിന്റെ തേജസ്സിനാലാണ് അവർ നിന്നത്. എന്നാൽ അവർ ഈ സാധനം പറിച്ചു തിന്നു. അപ്പോൾ തന്നെ അവരുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു? വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു അത്തിയില കൂട്ടി തിന്ന് തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഇവിടെ എന്താ സംഭവിച്ചേ? അവർ പഴം പറിച്ചു തിന്നു, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, അനുസരിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ ആഫ്റ്റർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, അത് പിന്നീട്. പക്ഷെ ആ പഴം പറിച്ചു നിന്നപ്പോ എന്തൊക്കെ സംഭവിച്ചു? തേജസ് നഷ്ടമായി, നന്മ തിന്മകളെ കുറിച്ച് അറിയാൻ പറ്റി, മരണം വന്നു, പിന്നെ സമാധാനം ഇല്ലാതായി. ദൈവത്തെ ഭയപ്പെട്ടു. കാരണം ന്യായവിധി അവർക്കുണ്ട്, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞു. തോന്നിയായിരുന്നെങ്കിൽ അവർ അത് മരിക്കുകയില്ലായിരുന്നു. തിന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ അത് വീണ്ടും ഒരു വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ആ സാഹചര്യം ഇല്ലാതായിപ്പോ. അവര് ആ സ്റ്റേറ്റിൽ മരിച്ച അവസ്ഥയിൽ തന്നെ നിലനിൽക്കേണ്ടതായി വരും. നമുക്ക് അത് വേറെ പ്രശ്നം ഉണ്ടാവും. അതും കൽപ്പന ലംഘനം തന്നെയാണ്.
നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ന്റെ അതുകൊണ്ട് ഏകമനുഷ്യനായി പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിൽ തുല്യമായി പാപം ചെയ്യാത്തവരില്ല. മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. മതി. അത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ആദി പാപം എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ, ഉപദേശം. ആദി പാപം എന്ന് പറയുന്നത് അതിന്റെ ഡോക്ട്രിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏദൻ തോട്ടത്തിലുണ്ടായ പാപം, ആ പാപത്തെയാണ് നമ്മൾ ആദി പാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന കാര്യം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിനെപ്പറ്റി ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. അപ്പൊ ഈ കൽപ്പനാലംഘനത്തിലൂടെയാണ് ലോകത്തിൽ പാപം കടന്നത്. ആ പാപത്തിലൂടെയാണ് മരണം വരാനായിട്ട് ഇടയായിത്തീർന്നത്. അതുവരെ മരണമില്ലായിരുന്നു. ആദമിനെ ഹവ്വയും ദൈവം ഉണ്ടാക്കിയത് മരിക്കുവാനല്ല, എന്നേക്കും ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പാപത്തിലൂടെയാണ് പാപവും മരണവും വന്നത്. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദമിന്റെ എല്ലാ സന്തതി പരമ്പരകൾക്കും പാപമുണ്ട്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ള പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിൽ തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഇതാണ്. ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ മനസ്സിലാവുള്ളൂ. അതായത് ന്യായപ്രമാണം ഉള്ളപ്പോഴാണ് നമുക്ക് പാപത്തെ കണക്കിടാൻ പറ്റുള്ളൂ. അതായത് ന്യായപ്രമാണം പറയുന്നു ചെയ്യരുത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും. അതായത് ഇപ്പൊ മോഷ്ടിക്കുന്നതിനെ കല്ലെറിഞ്ഞ് കൊന്നു കളയണം. അപ്പൊ ന്യായപ്രമാണം എപ്പോഴാ വന്നേ? മോശയിലൂടെ കൊടുത്തേ. അപ്പൊ ഒരാളെ കൊല്ലണം എന്ന് പറയുന്ന ആ കൽപ്പന ഉള്ളത് എപ്പോഴാണ്? മോശയുടെ കാലഘട്ടത്തിലുള്ളൂ. അതിനു മുമ്പ് ആദമിന്റെ കാലഘട്ടത്തിലോ ആദം കഴിഞ്ഞിട്ട് ആദമിന്റെ മക്കൾ വരുന്ന കാലഘട്ടത്തിലോ ഈ കൽപ്പനകളൊന്നുമില്ല. കൽപ്പനകളില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കൽപ്പനാ ലംഘനമില്ല. കൽപ്പനാ ലംഘനമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന് ശിക്ഷയില്ല. പക്ഷെ എന്താണ്? ശിക്ഷയില്ല, ലംഘനമില്ല, കൽപ്പനയില്ല. എന്നിട്ടും ആളുകൾ എന്ത് ചെയ്തു? മരിച്ചിരുന്നു. അതെങ്ങനെയാ മരിച്ചത്? ആദമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം എല്ലാ മനുഷ്യരിലും ദൈവം കണക്കിട്ടിരുന്നു. അതായത് ആദ്യ പാപത്തിന്റെ ഫലം എന്ന് പറയുന്നത് ആദമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വാണിരുന്നു. അതായത് ഈ മരണം എല്ലാ മനുഷ്യരിലും വരുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിന്റെ ഡിസെൻഡൻസ്, ആദമിന്റെ മക്കളാണ് നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യകുലവും. ആ ആദമിന്റെ പാപം മരണത്തിന് കാരണമായി തീർന്ന അതേ വെയിറ്റ് ആദമിന്റെ മക്കൾക്കും പകർന്നു വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കണം. ആദമിന്റെ ആ പാപത്തിന്റെ ആ ലംഘനത്തിന്റെ വെയിറ്റ് ആ മനുഷ്യരിലും ഉണ്ട്. അവൻ ഒരു പാപവും ചെയ്യണ്ട, ഒരു പാപവും ചെയ്തില്ലെങ്കിലും അവൻ പാപിയാണ്. ആ പാപം, ആ സിൻഫുൾനെസ്, ആ മരണം അവന്റെ ഉള്ളിലുണ്ട്. അതായത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ആ ആദമ് ഹൗവയും എങ്ങനെ ആദ്യത്തെ പാപം ആ ഫലം തിന്നപ്പോ മരിച്ചോ, അതേപോലെയാണ് എല്ലാവരും. ആദമിൽ എല്ലാവരും മരിച്ചിരിക്കുകയാണ്. ആദമിൽ എല്ലാവരും മരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിലാണ് നമ്മൾ ജീവിതം വന്നിരിക്കുന്നത്. അതിന്റെ 18ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചു. അതിന്റെ 18. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ഏകലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നു. ഇവര് ഇനി ഒരു പാപം ചെയ്യേണ്ട, ഒരു മനുഷ്യന് ഒരു പാപം ചെയ്യണ്ട. ആദാം ആ പാപം കഴിച്ചു, അല്ല ആ ഫലം കഴിച്ചു. ആ ഫലത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. സകല മനുഷ്യർക്കും മരണം വന്നു. സകല മനുഷ്യരും നരകത്തിട്ട് പോകണം. സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സകലരും ദൈവത്തിന്റെ ആ സാന്നിധ്യമില്ലാതെ മരണത്തിലേക്ക് പോയി. അതാണ് ആദ്യ പാപം അല്ലെങ്കിൽ ഒറിജിനൽ സിന്നിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും പാപത്തിലാകപ്പെട്ടു. പാപത്തിന്റെ മരണമാണ് മരണം എന്ന് പറയുന്നത്. The wages of sin is death. വേറൊരു കാര്യം കൂടി നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം, റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 7:20 ഒന്ന് വായിക്കാം. 20-21.
ഇപ്പൊ പൗലോസ് ഇവിടെ പറയാണ്, അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഇച്ഛിക്കാത്ത ചെയ്യുന്ന ഒരു തിന്മ എന്റെ പക്കലുണ്ട്. ഈവിൾ ഈസ് പ്രസന്റ് വിത്ത് മീ. ആ തിന്മ എന്ന് പറയുന്ന ഒരു കാര്യം എന്റെ പക്കലുണ്ട്. ബട്ട് സിൻ ദാറ്റ് ഡ്വെൽസ് ഇൻ മീ. ആ പാപം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ വന്നതിന്റെ കാരണം ഈ ആദി പാപമാണ്. നമ്മുടെ ഉള്ളിൽ പാപം വസിക്കുന്നുണ്ട്. ആ പാപത്തിന്റെ ജഡത്തിൽ നമ്മളുടെ ഉള്ളില് ആ പാപത്തിന്റെ പ്രമാണവും വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നന്മ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ തിന്മയിലേക്ക് പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് നമുക്ക് ദൈവത്തിന് ഹിതകരമായിട്ടുള്ള കാര്യം ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. റോമർക്ക് ലേഖനം തന്നെ 9:8 സോറി അതല്ല 8:5-6 കൂടി ഒന്ന് വായിക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അടുത്ത വാക്യം കൂടി. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ദൈവത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരണം അവന്റെ ഉള്ളിൽ വസിക്കുന്നു ഉണ്ടെന്നുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലും നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. അതും കൂടി ഒന്ന് വായിച്ചു പോകാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണത്തിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അദ്വിതീയങ്ങളെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. മതി. അപ്പൊ എഫേസ്യ സഭയോടും പറയുന്ന കാര്യം, നിങ്ങൾ എല്ലാവരും നേരത്തെ എങ്ങനെയായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും ആ ഫലം കഴിച്ചതാണ്. അകൃത്യത്താലും പാപത്താലും അവര് അന്ന് മരിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയെ അനുസരിച്ച് നടന്നു. അത് സാത്താനെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഈ ഒരു അധപ്പതനത്തിലേക്ക് മനുഷ്യകുലം വന്ന് പതിക്കുവാനായിട്ട് ഉണ്ടായ കാരണമാണ് ആ ആദി പാപം എന്ന് പറയുന്നത്. ദൈവം അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ കൽപ്പന എന്തായിരുന്നു? ആ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നരുത് എന്ന് പറയുകയാണ്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ ഹൗവ അത് തിന്നാൻ ഭംഗിയുള്ളത് ഞാൻ പ്രായപ്പം കാമയം എന്ന് കണ്ടിട്ട് അത് പറിക്കുകയും അത് രുചിക്കുകയും ചെയ്തു. അന്ന് തന്നെ അവര് മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കട്ടായി തീരുവാനും പാപം വരുവാനും മരണം വരുവാനും ഇടയായി തീർന്നു. അവര് നഗ്നരെന്നറിയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ പാപത്തിൽ മനുഷ്യകുലം മൊത്തം ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഡോക്ട്രിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പലപ്പോഴും മനുഷ്യരിൽ നന്മ വസിക്കുന്നുണ്ട്, മനുഷ്യർക്ക് ഇപ്പോഴും നല്ലത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സകല റിലീജിയനും സകല മതങ്ങളും ഉടനായിട്ടുള്ളത്. മനുഷ്യൻ സ്വയമായിട്ട് നന്നാവാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് സങ്കീർത്തനം 14:1-3 വരെയുള്ള വാക്യം കൂടി ഒന്ന് വായിക്കാം. മതി. ഇവിടെ ഇതായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നന്മ ചെയ്യുന്നവൻ ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു, ആരുമില്ല. എല്ലാവരും ഒരുപോലെ വഴിപറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ ആകെപ്പാടെ 2 റിലീജിയനേ ഉള്ളൂ.
ഒന്നാമത്തെ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? നല്ലത് പ്രവർത്തിക്കുക, നന്നായി ജീവിക്കുക, നന്നായി ജീവിച്ച് നിങ്ങൾക്ക് അവസാനം സ്വർഗത്തിൽ പോവാം. എല്ലാ മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റി മാത്രമേ ഉള്ളൂ അത് ഈ ഒറിജിനൽ സിന്നിന്റെ ആ ഡോക്ട്രിൻ പറയുന്നത് കണ്ടാണ്. മനുഷ്യർ ആ മരണം സംഭവിച്ചു, ആ ഫലം കഴിച്ചു, അപ്പോഴെന്താണ്? പാപം കടന്നു, അവർ ദൈവവുമായിട്ട് പൂർണ്ണമായി തെറ്റിപ്പോയി. ഇനി നന്മ ചെയ്യാനായിട്ട് പറ്റില്ല, ദൈവത്തെ അന്വേഷിക്കാനായിട്ട് പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവര് മാറി. അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ ക്രൂശിലെ യാഗമരണം മാത്രമേ പറ്റത്തുള്ളൂ. അവരിലുള്ള ആ വീണ്ടും ജനനം മാത്രമാണ്, വീണ്ടും ഒരു ഉയർപ്പ്, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് ദൈവത്തിലേക്ക് അടുത്ത് വരുവാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആ കൃപയാൽ മാത്രമേ ദൈവത്തിലേക്ക് അടുത്ത് വരുവാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവവചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. സംശയങ്ങൾ